അതേ തുടർന്ന് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. SIT അന്വേഷണം ആരംഭിക്കും. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം 2019 മാർച്ച് മാസത്തിലാണ് ആദ്യത്തെ മെയിൻ്റനൻസിന് വേണ്ടി ഫലകശില്പം കൊണ്ടുപോയത്. രണ്ടാമത് 2019 ജൂലൈ മാസത്തിലുമാണ്. ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടത്. അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന വിജിലൻസ് നടത്തി അവരുടെ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ആദ്യം വെളിപ്പെടുത്തലുമായി സെപ്റ്റംബർ 17 വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാനില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ 28 വിജിലൻസ് കണ്ടെടുക്കുകയുണ്ടായി. അതിനു മുമ്പ് അത് സൂക്ഷിച്ചിരുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ എളമ്പള്ളി പ്രദേശത്തുള്ള വാസുദേവൻ്റെ കയ്യിലായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി. വാർത്ത വന്നതിനെ തുടർന്നാണ് ഈ വാസുദേവൻ തിരിച്ച് പോറ്റിയുടെ കൊണ്ടേക്ക് ഏൽപ്പിക്കുകയും പോറ്റിയത് വെഞ്ഞാറമ്മൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത്. കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ച കോപ്പി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ അവരുടെ പേര് സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ്. സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടുവരിക എന്നത് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഇവിടെ അന്വേഷണത്തിൻ്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരു തരി പൊന്ന് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദിശയിൽ കൊണ്ടുവരാനും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കും. ഈ ബോർഡിന്റെ കാര്യം മാത്രമാണോ പറയുന്നത്? 2019 ബോർഡിനും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തന്നെയാണോ? അല്ല, ഇപ്പം ഇതുവരെ ഒരു ബോർഡിനെ കുറിച്ചുള്ള പരാമർശവും വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ പരിശോധിക്കുക. 2019 ബോർഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിൻ്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അവർ ചെയ്ത് സുതാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട് 2025. അതിനെക്കുറിച്ച് തർക്കമില്ല. 2019 വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതിനും ബോർഡിനെക്കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഈ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സുതാര്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടി നീതിപൂർവമായ തീരുമാനമെടുത്തൊരു ഉത്തരവിട്ടതിനെ അന്വേഷണം SITയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അതിനെതിരെ സമരം ചെയ്ത് പ്രതിപക്ഷ യഥാർത്ഥത്തിൽ മാപ്പ് പറയാണ്.